ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. 80കളിൽ നമ്മൾ ഇന്ത്യ രാജ്യത്ത് കേട്ടൊരു മുദ്രാവാക്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുദ്രാവാക്യം ഇന്ത്യയിൽ ഉയർന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഇതേ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ സമൂഹത്തിന്റെ പൊതുജനത്തിന്റെ കൊഞ്ഞനം കുത്തുന്ന ചില പരിപാടികൾ ഇതേ കോഴിക്കോട് നടന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പൊതു ഇടങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമല്ല, നമ്മൾ കടലോരത്തൊക്കെ കാറ്റുകൊള്ളാനും അതുപോലെ കഥ പറയാനും ആനന്ദം കണ്ടെത്താനും സൗഹൃദം പങ്കിടാനൊക്കെ മനുഷ്യർ പോയി ഇരിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് അനാവശ്യമായി വേദഗ്രന്ഥങ്ങളും മതപ്രബോധനവും നടത്തുന്നത്. ഇന്ത്യയില് മതപ്രബോധനം എന്നത് ഓരോ ആളുകൾക്കും അവരുടെ ആശയം പ്രചരിപ്പിക്കാനും അവരുടെ മതങ്ങളിലേക്ക് മതദർശനങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ ഇന്ത്യ രാജ്യത്ത് ഭരണഘടന സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനും ഒരു മര്യാദയും ഔചിത്യബോധവും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ മതപ്രചരണവും അവരുടെ മതപ്രവർത്തനത്തിന് എതിരായിട്ടല്ല പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നൊരു മുദ്രാവാക്യം മുസ്ലിങ്ങളിൽ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയുന്ന തുലോം തുച്ഛമായ ഒരു വിഭാഗം, ശ്രദ്ധിക്കണം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതൊരു ബഹുസ്വര സമൂഹമാണ്. ഈ ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിലൂടെ മാത്രമാണ് ഇന്ത്യയുടെ മോചനം എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ വളരെ കൃത്യമായി ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് 80കൾ എഴുതി വെച്ചു. ഇത് തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. പൊതുസമൂഹത്തിന് അവരുടെ സ്വസ്ഥ വിഹാരത്തിന് തടസ്സമാകും വിധമാണ് ഈ പറയുന്ന ആശയപ്രചരണവുമായി മൈക്കുമായി ചിലർ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ രസകരെന്ന് പറയട്ടെ, മുസ്ലിം സമുദായത്തിൽ വളരെ ന്യൂനപക്ഷമായ ചില ആളുകൾ, അതിൽ തന്നെ 4, 5, 6 കഷണങ്ങളായി പിരിയുന്ന സംഘടനകൾ എല്ലാം കൂടെ ചേർന്നിട്ട് അവര് ഒരു പ്രത്യേക അൺമാസ്കിംഗ് എത്തിസം എന്നൊരു പേരിൽ രൂപപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രവർത്തന രീതിയിൽ ഇനി അവർ പ്രബോധനമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തന്നെ ആ പ്രബോധന രീതിയിലുള്ള വങ്കത്വത്തിന്റെ മണ്ടത്തരത്തിന്റെ ഹിമാലയം വങ്കത്തരങ്ങളാണ് അവർ നിരത്തിയിരിക്കുന്നത്. അവരാരോടാണോ സംവദിക്കാൻ ശ്രമിക്കുന്നത്, അവരാർക്ക് വേണ്ടിയാണോ ഈ സംവാദം ഉന്നയിക്കുന്നത്, ആ വിഭാഗത്തെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പൊതുസമൂഹത്തിനിടയിൽ വളരെ മോശമായി ചിത്രീകരിക്കാനും കൊഞ്ഞനം കുത്താനും മാത്രമേ ഇത് അവസരം നൽകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് മുസ്ലിം പണ്ഡിതന്മാരെ, പ്രത്യേകിച്ചും ഇരു സമസ്തയുടെയും നേതാക്കന്മാരെ വളരെയധികം അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇരു സമസ്തയുടെയും പ്രതിനിധികളായി ബഹുമാന്യരായ വഹാബ് സക്കാഫി മമ്പാട് അവരുകളും അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരനും പ്രഭാഷകനുമായ EK വിഭാഗ സമസ്തയുടെ നേതാവ് പ്രതിനിധി കൂടിയായിട്ടുള്ള ഷുഹൈബ് ഹൈത്തമിയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി നിലപാടെടുത്തു എന്നതാണ് കേരള മുസ്ലിം സമൂഹത്തിന്റെ പൊതുധാര എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ ആളുകളൊക്കെ പ്രബോധന രംഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഏറ്റവും വലിയ ഹിമാലയം മണ്ടത്തരമാണെന്ന് മാത്രമല്ല, ഈ പ്രബോധനം നടത്തുന്ന അല്ലെങ്കിൽ ഈ ചോദ്യാവലിയുമായി ഈ പൊതു ഇടങ്ങളിൽ സ്വസ്ഥമായി കാറ്റുകൊള്ളാനോ മറ്റോ ഇരിക്കുന്ന പൊതുസമൂഹത്തിൽ ചെന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ ധാരണ അവര് വലിയൊരു സംഭവമാണെന്ന് തോന്നുന്നു. സത്യത്തില് ഒരു സിനിമയിൽ താൻ ആരാണെന്ന് താൻ എന്നോട് ചോദിക്കൂ, അല്ലെങ്കിൽ താൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധം ഇവരുടെ വാക്കുകള് തികച്ചും വൈരുദ്ധ്യവും വൈചിത്രവുമാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ഈ സമസ്ത നേതാക്കന്മാരുടെ, മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത എടുത്തിരിക്കുന്ന നിലപാട് വളരെ പ്രശംസനീയമാണ്. ഇത്തരം സമൂഹത്തിന്റെ ഇതര സമുദായങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും വിധം, അവരെയൊക്കെ മോശമാക്കും വിധം ഈ മതപ്രബോധനം ഒരുപാട് ദൂരവ്യാപകമായ ദോഷം ക്ഷണിച്ചു വരുത്തും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 80കളിലെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന പ്രഖ്യാപനം ഒരുപാട് ദോഷമാണ് ഈ സമൂഹത്തിന് സമ്മാനിച്ചതെങ്കിൽ, ഈ സമുദായത്തിന് സമ്മാനിച്ചതെങ്കിൽ ഇത്തരം പ്രവർത്തകരെ കയറൂരി വിട്ടാൽ വീണ്ടും അത് ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും നോക്കി സമൂഹം കൊഞ്ഞനം കുത്താനേ ഉപകരിക്കുകയുള്ളൂ. അവസാനമായി ഒരു വാക്കുകൂടെ, ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളും പൊതു ഇടങ്ങളിലും സമൂഹത്തിന്റെ സ്വസ്ഥമായ വിഹാരത്തിന് വിടുകയും മതപ്രബോധകര് അവരുടേതായ വേദികൾ കണ്ടെത്തുന്നതാണ് അഭികാമ്യമെന്ന് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കുക.